തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് നേതാക്കളെ ഒന്നാകെ പൂട്ടുവാനുള്ള കൊട്ടേഷനുമായി ഇറങ്ങിയിരിക്കുകയാണ് കൈരളി ചാനൽ. വാർത്താ സമ്മേളനം നടക്കുന്ന വേദികളിലെത്തി കോൺഗ്രസ് നേതാക്കളെ പല ചോദ്യങ്ങളും ചോദിച്ച് ഉത്തരം മുട്ടിക്കുകയാണ് ഇടതുപക്ഷ ചാനലിന്റെ പ്രധാന ലക്ഷ്യം. നേതാക്കന്മാർക്ക് മറുപടി പറയാൻ സാധിക്കാത്ത അവസരത്തിൽ അതിന്റെ വീഡിയോ എടുത്ത് ചാനലുകളിൽ അപ്ലോഡ് ചെയ്ത് ഉത്തരം മുട്ടിയെന്ന് പറഞ്ഞ് വാർത്ത നൽകുകയാണ് ചാനലുകളുടെ പ്രധാന ലക്ഷ്യം. CPMന്റെ വാർത്താ ചാനലായ കൈരളി ന്യൂസ് ആണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ അജണ്ട ഒന്ന് മാത്രം: കോൺഗ്രസ് നേതാക്കളെ വാർത്താ സമ്മേളനത്തിൽ ഉത്തരം മുട്ടിക്കുക. അതിന് അവർ എന്ത് നെറികെട്ട ചോദ്യവും ചോദിക്കും. തിരിച്ചാരെങ്കിലും മറുപടി പറഞ്ഞാൽ ഉടൻ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ലേഖകന്മാർ എഴുന്നേൽക്കും. കഴിഞ്ഞ 1-2 മാസമായി കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. എന്നാൽ ആളും തരവും നോക്കി വേണം ഇമാതിരി പരിപാടിക്ക് ഇറങ്ങാൻ എന്ന് ഇപ്പോൾ കൈരളിക്കാർക്ക് മനസ്സിലായി കാണും. VD സതീശന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിലെത്തി ആളാകാൻ കയറിയ റിപ്പോർട്ടർക്ക് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് സതീശൻ. കൈരളി വൃത്തികെട്ട ചാനലാണെന്നും വൃത്തികെട്ട പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ചാനലാണെന്നും കൈരളി റിപ്പോർട്ടറുടെ മുഖത്ത് നോക്കി തന്നെ സതീശൻ പറഞ്ഞു. ഈ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൈരളിയുടെ വനിതാ മാധ്യമ പ്രവർത്തകർ എഴുന്നേറ്റെങ്കിലും പോയി പണി നോക്കെന്ന് പറഞ്ഞ് സതീശൻ വാർത്താ സമ്മേളനം തുടരുകയായിരുന്നു. സതീശന്റെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളാണ്. കൈരളി എന്തു പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തില്ല ആ ഒരു കാരണവശാലും കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള വളർത്ത കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലപാട് മാറ്റി ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ്. കോടതിക്ക് അത് അടുത്ത വാദത്തിന്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കണം. എന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് കൈരളി ന്യൂസിൽ അടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ്. അതെങ്ങനെയാണ്? ഞാൻ ആ നോട്ടീസിന്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ നോട്ടീസിന്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് എന്താ? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. കാരണം അദ്ദേഹം നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത്. എന്റെ അഫിഡവിറ്റിലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ വാദത്തിൽ നിന്ന് എന്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ ദിവസം സതീശൻ മലക്കം പറഞ്ഞു. എങ്ങനെ മലക്കം പറയുന്നത്? ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ്. ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ്. തെറ്റായ വാർത്ത കൊടുത്തത് സതീശൻ മലക്കം പറഞ്ഞു. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല കോടതിയിൽ. പറഞ്ഞാൽ കോടതി അപ്പൊ തന്നെ അങ്ങനെ ക്ഷമ പറയാൻ മതി. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയാൻ മതി. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ മതി. ഞാൻ അഭിഭാഷകനല്ലേ, എനിക്കറിയില്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളാണ്. കൈരളി എന്തു പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തില്ല ആ ഒരു കാരണവശാലും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് പച്ചക്കള്ളാണ് ഈ പറഞ്ഞത്. കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു, എന്ത് വൃത്തികേടും പറയും.